ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ ബൈ ഡേ വ്ളോഗ് വിത്ത് കാഞ്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ ഗൈസ്? നിങ്ങൾക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി? സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചാനൽ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമല്ലേ നമുക്കിങ്ങനെ വളരാൻ പറ്റൂ. നിങ്ങളതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോളേജിൽ പോവാം. ഒരു കോളേജ് ഡേ എന്ന് വെച്ചാൽ നമ്മൾ കോളേജ് ഫംഗ്ഷൻ അല്ല, കോളേജ് ഡേ, മറ്റേ കോളേജിൽ പോകുന്നൊരു ഡേ, കോളേജിൽ നമ്മൾ പോകുന്നൊരു ഡേ, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അവിടെ ചെയ്ത് നമ്മൾ കോളേജിലെ ഫ്രണ്ട്സിനെയും ഒക്കെ നമുക്ക് കാണാം ഗൈസ്. ഇപ്പോൾ എൻ്റെ ഇത് തീരെ സമയമില്ല എന്ന് വെച്ചാൽ ഇനി ബസ് സ്റ്റോപ്പിൽ പോകണം, ബസ് കയറണം, ബസ്സിന് കോളേജിൽ പോകണം, ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് കോളേജിലെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ കോളേജിലെത്തിയിരിക്കുകയാണ് ഗൈസ്, കോളേജിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കോളേജ്. വെറുതെ ചിരിച്ച് കാണിക്കുന്ന എന്തിനാ കാഞ്ചന? ഇനി അക്ഷര വരൂ, അക്ഷര എൻട്രി എഴുതണം എൻ്റെ വ്ളോഗിൽ, മാസ് എൻട്രി. നന്നായിട്ടുണ്ട്. ഇനി ഇതിടാൻ നേരത്ത് എൻ്റെ മുടി അങ്ങനെ ആയിപ്പോയി, എൻ്റെ മുടി ഇങ്ങനെ യൂട്യൂബിൽ എന്താണ് അന്നേരത്തെ എൻ്റെ യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ വ്യൂസിനെ എഴുന്നൂറൊക്കെ ഉണ്ടല്ലോ വ്യൂ. ഇന്നാണ് അമ്മയുടെ ഫോണിൽ കൂടെ എടുത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞാൽ ഇന്ന് നോക്കാം, നല്ല കൊച്ച് ഇങ്ങനെ ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതാണ് അങ്ങനെ എൻ്റെ കഴിവ് പ്രോത്സാഹിപ്പിക്കൂ നിങ്ങളൊക്കെ, അല്ലേ വർഷ അല്ലേ? ഇറങ്ങുകയാണ് തലയിലൊക്കെ വെച്ചാണ് ചോപ്പുള്ള ഷൂ. ഇനി ബാക്കി നീരജയുടെ ചിരിയാണ് ഇന്നത്തെ എൻ്റെ വയറ്. അഭിനിധി ബി നായർ. അങ്ങനെ നിങ്ങൾക്ക് അഭിനിധിയുടെ കിസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അത് അത്ര എളുപ്പം കിട്ടുന്നൊരു സാധനമല്ല, അത് കുറച്ച് പാടാണ്. എന്തെങ്കിലും ഒരു 2 വാക്ക് പറയൂ അഭിനന്ദി. 2 വാക്ക്, നിന്റെ 2 കൊറിയൻ വാക്കുകൾ പറയൂ. ഒന്നുകൂടെ കിട്ടിയില്ല ഡയറക്റ്റ് ആയിട്ട്. ഇനി നീ പറയൂ. നീരജയ്ക്ക് അറിയാന്നുള്ള 2 ഡയലോഗ് പറയൂ. കൊറിയനോ ചൈനീസോ ജപ്പാനോ? ഒരു സ്വപ്നം തീർക്കും കാഞ്ചന, അവിടെ ഒരു സ്വർഗം തീർക്കും കാഞ്ചന. അയ്യോ ശരി, മതിയല്ലോ. ആൽഫിയ ജെയിൻസൺ ഇവിടെ വരും. കണ്ടോ, ആദ്യമായി കോളേജ് തുറന്നിട്ട് ആദ്യമായി നേരത്തെ വരുന്ന ആൽഫിയ ജെയിൻസൺ. സമയം എത്രയായി? 9:10. ഹലോ ഗൈസ്. അയ്യോ നമ്മളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നടന്നു വരിക. ഒരു ലോഡ് ഊക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഡേ ബൈ ഡേ വിത്ത് കാഞ്ചുവിന്. ഷീബലിന്റെ വാക്ക്, ഷീബലിന്റെ അർത്ഥം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അഭിനന്ദിയുടെ വാക്ക് ഒരു എന്തെങ്കിലും ഗിഫ്റ്റ് ഗീവ് അവേ. എന്റെ ഗീവ് അവേ കൊടുക്കണ്ട, ആരും വാങ്ങിക്കില്ല. അഭിനന്ദിയുടെ ഒരു ഗീവ് അവേ. നിന്നെ ആര് കൊടുക്കുന്നതിന്? അഭിനന്ദിയുടെ ഗീവ് അവേ ഷീബലിന്റെ അർത്ഥം കമന്റ് ചെയ്യുന്നവർക്ക്. ഓക്കെ, ഞാനൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, സോറി. നീരജ നോക്കൂ, എന്തോ ആലോചിച്ച് നിൽക്കുന്നല്ലേ നീരജ. ഒരു കുടക്കീഴിൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കുന്നുണ്ടോ? എത്ര എണ്ണം? ഫോൺ അഡിക്റ്റ് ആൽഫിയ ജെയിൻസൺ. ജെനിസൺ അച്ഛനെ പറ്റി പറയണടി. അല്ല, ജെനിസൺ അല്ല സോറി ജെയിൻസൺ. ഓക്കെ, അവള് ഇന്ന് എനിക്ക് വയ്യായിരുന്നു ഗൈസ്. ഞാൻ സിക്ക് റൂമിലായിരുന്നു. സിക്ക് റൂമിന്റെ ഒരു റൂം ടൂർ പറയും. റൂം ടൂറോ? സിക്ക് റൂം വളരെ നല്ലൊരു റൂമാണ്, വളരെ സത്യസന്ധമായ റിവ്യൂ പ്ലീസ്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. അതിനകത്ത് അന്തരീക്ഷം നല്ലതാണെന്നാണ് താങ്കൾ പറയുന്നത്. സ്വസ്ഥമായി കിടക്കാനും ഗൈസ് ക്ലാസ്സിൽ നിന്നും ഈ ശല്യങ്ങളുടെ ഇടയിൽ നിന്നും പോയി കുറച്ച് നമുക്ക് സമാധാനമായിരുന്നു കുറെ പീരീഡ്. ഈ പണ്ടാരമില്ലാത്ത ശീബലില്ല. ശരി
പറയൂ അഭിനന്ദി, ആദ്യം താങ്കൾ പറയൂ. ഞാൻ ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു താങ്കൾ? സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. മതി, ഓക്കെ ബൈ. അതിന് അക്ഷരം പറയൂ. പറയാൻ സമ്മതിച്ചില്ല. ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു എന്റെ അത് കാണിച്ചു. സത്യസന്ധമായുള്ള മറുപടി. സീരിയസ്ലി സാധാരണ ഊക്കാൻ ആരും ഇല്ലേ നമ്മുടെ ക്ലാസ്സിൽ. ഊക്കാൻ ആരും അതുകൊണ്ട് മിസ് ചെയ്തു. എവിടെ ഫ്ലൈങ് കേസ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു. നീരജ പറയൂ. നീരജ അവനാണ് എന്റെ ഊക്ക് രാജാവ്. ഊക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ ബൈ. നീ ഫേമസ് ആവുന്നതിന് ഞാൻ ഇല്ലായിരുന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സമാധാനം. അയ്യേ കണ്ട ഫോൺ അടിക്ക്. ഓ ആ കൊട ഒന്ന് മാറ്റി പിടിച്ചത്. അവൾ അഡിക്റ്റ് അല്ല, അവൾക്ക് ആൾക്കാരുണ്ട് സംസാരിക്കാൻ. ആൾക്കാരില്ലാത്തവരും നമ്മൾ ഒരു കുടക്കീഴിൽ അതിനെ കൂട്ടണ്ട, അതിനാളൊന്നും. ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ഒരു കുടുംബം. മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത മറ്റൊരാൾ കൂടെ ഉണ്ട്. എന്ന് എന്റെ യൂട്യൂബ് ചാനലിൽ സിൽവർ ബട്ടൺ അടിക്കുന്നു അന്ന് വർഷയുടെ ഒരു ഫേസ് റിവീൽ ഉണ്ടാവും. ഫേസ് റിവീൽ. ഓക്കെ. മുറ്റത്തെ മൈനകളെ നോക്കി കൊടക്കകത്ത് നിൽക്കും അക്ഷര, ഒപ്പം ചിരിക്കും അഭിനിധി. എന്റെ ബസ് പോകുന്നുണ്ടോ? എന്റെ ബസ്സല്ല, നമ്മുടെ കോളേജിൽ ബസ് പോകുന്നുണ്ടോ ഗൈസ്? പറയൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പറയൂ. ഞാൻ പറയില്ല. പറയടാ. വഞ്ചക. എല്ലാരും റിപ്പോർട്ട് ചെയ്യണം ഇവിടെ വ്ളോഗ്. എനിക്ക് സീറ്റ് കിട്ടണം. പോയി കഴിഞ്ഞു പോയി. എല്ലാരും വേറൊരു ചാനലാണ്. ഹായ് ഗൈസ്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേ. എന്റെ അക്ഷരക്ക് ആരുമില്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ച് ഒരു ജീവിതം കൊടുക്കണേ. അയ്യോ. അതെ ഒരു മാട്രിമോണി ചാനലാക്കി എന്റെ യൂട്യൂബ്. അതെ മാട്രിമോണി. പിന്നെ ആൾക്ക് പിന്നെ നല്ല പക്വതയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ബേർഡ് കയറണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇതിലേക്ക് വരാം. ഫ്രീ ബേർഡ് ഞാൻ ഇവിടെ മാത്രമുള്ള ഒരു ക്ലബ്ബാണ്. എനിക്ക് അക്ഷരമുണ്ട്. അക്ഷരത്തില് നമുക്ക് രണ്ടുപേർക്കും ഞാനുണ്ട്. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും എല്ലാരും ഉണ്ട്. അക്ഷരക്ക് എനിക്ക് കൊച്ചിനെ കൂടെ എടുക്കണേ. നമ്മൾ ആരെങ്കിലും ഏറ്റെടുക്കോ? അയ്യോ എന്നാരും ഏറ്റെടുക്കണ്ട. എനിക്ക് ഐ ഡോണ്ട് നീഡ് എനിബഡി. ഓക്കെ, ഷീസ് എ ഫ്രീ ബേർഡ്. ഐ ആം എ ഫ്രീ ബേർഡ്. ഞാൻ പിന്നെ വിളിക്കാം. എന്നാലും അക്ഷരക്ക് എങ്ങനെ ഭാവിയിൽ ഇങ്ങനത്തെ പാട്ട് പാടുന്ന ഗായകനായാലും പാട്ട് പാടുന്ന എല്ലാ ഗായകന്മാർക്കും എല്ലാ ഗായകന്മാർക്കും സ്വാഗതം. എല്ലാവരും ബൈ പറഞ്ഞിട്ട് പോകും. സമയം തരാം. ബൈ. സബ്സ്ക്രൈബ്. ബൈ. റിപ്പോർട്ട്. അതെ നല്ല ബാഗ്. ബൈ. നമ്മളങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് എടുക്കുന്നത് ഗൈസ്. നമ്മൾ ബസ് കണ്ടോ? ബസ്സുകൾ കൊട മാറ്റി വെച്ചാ ഇങ്ങോട്ടോ. ബസ്സുകൾ കണ്ടോ? ബസ്സുകൾ. ഓ സൗന്ദര്യ റാണി. എനിക്ക് അത്ര സൗന്ദര്യ റാണി എന്നാവണ്ട. സൗന്ദര്യ റാണി അവളെ അതുകൊണ്ട് ഞാൻ ഇന്ന് ബസ്സിന്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കും. ഹലോ ഗൈസ്. അപ്പം നമ്മളിതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലായിരുന്നു ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കോളേജും അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി അവരുമായിട്ടുള്ളൊരു നമ്മുടെ ഒരു ഡേ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. പിന്നെ കോളേജിൽ നമുക്ക് എല്ലാ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ രാവിലെ ഫോൺ വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അത്. അങ്ങനെ പിന്നെ അപ്പോൾ ആ സമയത്തുള്ള മാത്രം നമ്മളവിടെ 8:45 9 മണിക്കകത്ത് എത്തി. അത് തൊട്ട് ഒരു 9:30 വരെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് 3 തൊട്ട് 4 മണി വരെ ഉള്ള ക്ലിപ്പുമാണ് നിങ്ങൾ കണ്ടത്. അത്രേ എടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ കോളേജിലൊരു ഹോൾ ഡേ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഒരു വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം.
അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.